സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കൃത്യമായ എണ്ണം പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ അറിയിക്കേണ്ടതെന്ന് വിശദീകരണം. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയുള്ള ടോൾ പിരിവ് നടപ്പായില്ല. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 10 മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി മാത്രമേ ടോൾ പിരിവ് നടത്തൂവെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷ സംബന്ധിച്ച് വ്യാപക ആശങ്ക ഉയർന്നപ്പോഴും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കൃത്യമായ എണ്ണം പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം ഇനിയും മറുപടി നൽകിയിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ അറിയിക്കേണ്ടതെന്നാണ് വിശദീകരണം. വോട്ടെടുപ്പ് കഴിഞ്ഞു 3 ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം തയ്യാറായിട്ടില്ല. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമുകളിലേക്ക് സീൽ ചെയ്ത് മാറ്റുമ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പിന്നീട് വോട്ട് എണ്ണുന്നതിനായി EVMകൾ തുറക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന വോട്ടാണോ ഇതിലുള്ളതെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം ഇനിയും മറുപടി നൽകിയിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ അറിയിക്കേണ്ടതെന്നാണ് വിശദീകരണം. മുൻകാലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന അന്നു രാത്രി തന്നെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം മാധ്യമങ്ങൾ വഴി ജനങ്ങളെ കൃത്യമായി അറിയിക്കാറുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊച്ചി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയുള്ള ടോൾ പിരിവ് നടപ്പായില്ല. രാജ്യത്തെ ടോൾ പ്ലാസയിൽ ഏപ്രിൽ 10 മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി മാത്രമേ ടോൾ പിരിവ് നടത്തുവെന്ന ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ടായിട്ടും പാലിയേക്കരയിൽ ഇത് നടപ്പിലാക്കിയില്ല. വെള്ളിയാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുമെന്നും ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂവെന്നും NHI അറിയിച്ചിരുന്നു. BOT സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പന്നിയങ്കര ടോൾ പ്ലാസയിൽ നേരത്തെ UPI സംവിധാനം നടപ്പാക്കിയിട്ടും പാലിയേക്കരയിൽ ഇപ്പോഴും പഴയ രീതിയിലാണ് ടോൾ പിരിക്കുന്നത്. വാഹനയാത്രക്കാരിൽ വലിയ ശതമാനം ഇപ്പോഴും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാത്തവരുണ്ട് എന്നാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കാത്തതിന് ടോൾ പ്ലാസ അധികൃതർ പറയുന്ന ന്യായം. UPI ഇല്ലാത്ത സാഹചര്യത്തിൽ ചലാൻ വഴി തുക ഈടാക്കണമെന്നാണ് NHI പറയുന്നത്. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നും ടോൾ പ്ലാസ അധികൃതർ പറയുന്നു. വെള്ളിയാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുമെന്നും ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നും NHI അറിയിച്ചിരുന്നു. ഇതിനായി എല്ലാ വാഹനങ്ങളിലും പ്രവർത്തനക്ഷമമായ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. ഫാസ്ടാഗ് ഇല്ലാത്തതോ പ്രവർത്തനക്ഷമമല്ലാത്തതോ ആയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് UPI വഴി പണമടയ്ക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ടോൾ തുകയുടെ 25% തുക അധികമായി നൽകേണ്ടി വരും. ടോൾ പ്ലാസകളിൽ പണം നൽകാനായി വാഹനങ്ങൾ കാത്തുനിൽക്കുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് ആകുന്നതോടെ വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകാൻ സാധിക്കും. ചില്ലറ നൽകുന്നതിനെ ചൊല്ലിയും ടോൾ ബൂത്തുകളിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കങ്ങളും ഇതിലൂടെ ഇല്ലാതാക്കാനാകും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ച് സ്വകാര്യ വാഹനത്തിന് നേടിയിരുന്ന ടോൾ ഇളവുകൾ ഇനി മുതൽ നൽകില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പ്രത്യേക ഫാസ്ടാഗ് പതിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ടോൾ ഇളവിന് അർഹതയുണ്ടാകൂ. മീഡിയ ടൈം, പുതുക്കാട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
അതേസമയം വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. കേരളത്തിൽ ഇന്നു മുതൽ 14-ാം തീയതി വരെ കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ KKTM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ റോയൽ എഫിന്റെ കുടുംബസംഗമം മുൻ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. 58 വർഷം മുമ്പ് 58 വർഷം മുമ്പ് അടുത്തടുത്ത ബെഞ്ചുകളിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും പരസ്പരം പിണങ്ങിയും ബഹളമുണ്ടാക്കിയൊക്കെ നടന്ന ഒരു പഴയ തലമുറ വർഷങ്ങൾക്ക് ശേഷം ഒരു അരനൂറ്റാണ്ടിന് ശേഷം ഒന്നിച്ചിരിക്കുകയാണ്. 2021 ആദ്യമായിട്ട് ശ്രീ മാധവൻ ചില ആളുകളെ കണ്ട് എന്ന് പറയുന്നത്. അന്ന് പാൻസും കോട്ടയ്ക്ക് വലിയ പത്രാസിൽ തന്നത് ചെറുപ്പക്കാർ, അല്ലെങ്കിൽ നേരത്തെ ചുരിദാറൊക്കെ ഇടാവുന്ന ആളുകൾ ഇന്ന് അപ്പൂപ്പന്മാരും ഉമ്മമാരുമായ ഒരു വലിയ മാറ്റമാണ് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പഠന പ്രവർത്തനം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു പൊതുമൂല്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഒട്ടേറെ പൊതുബോധം, സമൂഹത്തെ കുറിച്ച് ശരിയായിട്ടൊരു ബോധം നമ്മളൊക്കെ സൃഷ്ടിക്കുന്ന മൂല്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന. പ്രസിഡന്റ് KK മാധവൻ അധ്യക്ഷത വഹിച്ചു. 75 വയസ്സ് പൂർത്തിയാക്കിയ CK അബ്ദുൾ ഖാദർ, TM കോമളം, ഡോക്ടർ PV ശബരി ഗിരീഷ് എന്നിവർക്ക് പൊന്നാടയും സ്നേഹോപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കന്നി വോട്ടർമാർക്ക് മധുരം നൽകി ചളിങ്ങാട് മണ്ണുങ്ങൽ ഗ്രാമം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്തിലെ മണ്ണുങ്ങൽ വാർഡിലെ കന്നി വോട്ടർമാർക്ക് മധുരം നൽകി. ഇലക്ഷൻ കമ്മീഷൻ കന്നി വോട്ടർമാർക്ക് ഹൽവ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ സൈനുദ്ദീനും വാർഡിലെ വികസന സമിതി അംഗങ്ങളും ചേർന്ന് മധുരം നൽകാൻ തീരുമാനിച്ചത്. വാർഡിലെ 50ഓളം കന്നി വോട്ടർമാർക്കാണ് മധുരം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ അനസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM സൈനുദ്ദീൻ, വികസന സമിതി അംഗങ്ങളായ TA അഹമ്മദ്, നൂറുദ്ദീൻ, അനസ് കായ്, റസൽ ഷംസുദ്ദീൻ, ഷഫറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് കുരിശുമുടിയിൽ മാർത്തോമ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. അടിവാരം പള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി കുരിശുമുടിയിലെത്തി കുർബാന അർപ്പിച്ചു. അടിവാരം പള്ളിയിൽ പ്രാർത്ഥനകൾക്ക്, ശുശ്രൂഷകൾക്ക് തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ ഫാദർ ഡെയ്സൺ കാവലക്കാട് കാർമ്മികനായി. കുർബാനയ്ക്ക് മറ്റു തിരുകർമ്മങ്ങൾക്ക് മുൻ തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ ഫാദർ ആശിഷ് കീരഞ്ചിറ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, ഫാദർ അഭിലാഷ് അക്കാട്ട് എന്നിവർ സമകാർമ്മികരായി. കൂഴൂർ കാക്കുളിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് ഭക്തി നിർഭരമായ സമാപനം. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആന്റണി നമ്പളം കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിജോ കുർത്തി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കൃത്യമായ എണ്ണം പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ അറിയിക്കേണ്ടതെന്ന് വിശദീകരണം. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയുള്ള ടോൾ പിരിവ് നടപ്പായില്ല. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 10 മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി മാത്രമേ ടോൾ പിരിവ് നടത്തൂവെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം.
കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.